93-ാം ദിവസം രാവിലെ 8 മണി. கட்டுமல்லி கட்டி வச்சா இம்மா தூண்டு வைக்கம் வச்சா நெத்தி பொட்டில் தூக்கி பட்டுன்னு பத்திய முச்சா கட்டம் கட்டம் வள ரஞ்சிதமே ஹே ரஞ்சிதமே ரஞ்சிதமே மனச கலைக்கும் மந்திரமே ரஞ்சிதமே ரஞ்சிதமே முன்ன போட்டுட்டு வலிக்க கொஞ்சனுமே. உங்க ஆட்டத்துக்கு ஊரே ஆடுவேன், அதுக்கு ஒரு அடிய போட்டு விடுவோம். രാവിലെ 11:10. ചില കുത്തിരിപ്പുകാരുണ്ട് ഇവിടെ. നിങ്ങൾ എന്തോ ഇവിടെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയാൻ വേണ്ട. ഇന്നലെ തൊട്ട് കുത്താൻ തുടങ്ങിയതാ. ഞാൻ സമ്മതിക്കത്തില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? ഇത് എന്റെ നാക്ക്, എന്റെ മനസ്സ്. കയ്യില് വെച്ചാ മതി. കൈ വെച്ചോണ്ടാ പറയുന്നത്. നീ ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്? നീ കിട്ടിയൊന്നും പോരെ? ഇല്ല, ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നീ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ എല്ലാരും നിന്നിട്ട് കുത്തിയിട്ടില്ലേ എന്റെ ശൈത്യം? നീ മനസ്സിലാക്കി മണ്ടി അടി, നീ ലോക വണ്ടി. പക്ഷേ ഉണ്ടല്ലോ, ബിഗ് ബോസ് നിനക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ഉണ്ട്. ബിഗ് ബോസ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുന്ന പറഞ്ഞ് തോന്നലാണ്. ബിഗ് ബോസ് ഇവിടെ ഒരിക്കലും ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കൊടുക്കില്ല. ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് അന്ന് തോന്നിയാ അന്ന് തീരോടെ കരഞ്ഞു കൂവി മെഴുകി ഇറങ്ങിയല്ല ഇവിടുന്ന്. വെറുതെ അല്ല തക്കാളിക്ക് വില പറഞ്ഞത്. ഇതവളുടെ പേരോ വേറെ ചീപ്പ് നീയാ. ഇവിടെ പേരെന്തായിരുന്നു? ആദില. ഞാൻ ചീപ്പാണെങ്കിൽ നിങ്ങൾ പേന. ചീപ്പ് പേഴ്സണാലിറ്റി. ചീപ്പൊന്നും അല്ല, ചുമ്മാ അവിടെ നലക്കണ്ട. കിട്ടാത്ത മുന്തിരി പൊളിക്കും. ചുമ്മാ അല്ല നിങ്ങൾ എവിടെ ഇറക്കി കിട്ടത്? എല്ലാരും ഇറങ്ങേണ്ടി വരും. എവ്രി വൺ. ഇവർ ഇത്ര ദിവസം നിന്നില്ലേ? ഇത്ര ദിവസം ഇവര് നിന്നില്ലേ? എന്ത് നിന്നെന്ന്? നിന്നതിന്റെ ഗുണമാ ഞാൻ പറയുന്നത്. പ്രതികരിക്കണം. എല്ലാവരുടെ അങ്ങനൊന്നും ഇല്ല. കേസ് വരെ കേസ് വാദിക്കും. അതാണ് അഡ്വക്കേറ്റ്. അല്ല ചുമ്മാ അതാ നീ നോർമൽ അഡ്വക്കേറ്റ് അല്ലെന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഞാനെന്ത് എന്റെ തലയ്ക്കത്ത് പ്രൊഫഷനെ തൊട്ട് കളിക്കരുത് ഉള്ള കാര്യം. അഡ്വക്കേറ്റ്സിനെ പറഞ്ഞത്. ഇവിടെ അഡ്വക്കേറ്റ് ആണ്. അതെന്താ ബിഗ് ബോസ് ഇങ്ങനെ അഡ്വക്കേറ്റ് പ്രകടമാക്കണോ? അല്ലാതെ ചുമ്മാ അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് അലക്കണോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് കിച്ചണാണ്. ഇത് ഡൈനിങ് എന്തെങ്കിലും ഓർത്തിട്ടുണ്ടോ? ബോഡി ഒരു എളുപ്പമില്ല. വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതി. എന്നെ ബോഡി താൻ പോടോ. കിടന്ന് ചുമ്മാ ചോറിയാൻ മാത്രമല്ല അറിയത്തുള്ളൂ. ചോദിക്കട്ടെ, അവിടെ ഹോട്ട് സീറ്റ് കാണിച്ച സാധനം വേറെ കേസ് ഉണ്ടാവും. ഓരോ കേസ് ഉണ്ടാക്കി പ്രൊഫഷണൽ അല്ലേ? ഈ 99-ാമത്തെ ദിവസം പോയവര് തിരിച്ചു വരുള്ളൂ എന്ന് വിചാരിച്ചത്. ബിഗ് ബോസിന്റെ ഒരു ബുദ്ധി ഈ ആഴ്ച തുടങ്ങിയതേ വരുത്തിയത്. ബാക്കിയുള്ളവരെല്ലാരും നീ വെറും മറ്റേ ചൊറിയ ചേമ്പ്. നീ ചൊറിയ ചേമ്പ്. അവര് ഇങ്ങനെ കുത്തിപ്പറയല്ലേ. രാവിലെ 11:30. ശൈത്യ ഓവറായിട്ട് ആദില നൂറെ പാറ്റ് ചെയ്ത് നടക്കുന്നത്. എനിക്ക് അതിനോട് ചോറിഞ്ഞു. എനിക്ക് ചൊറിച്ചിൽ വന്നു സ്വാഭാവികമായിട്ട്. ഞാൻ ചോദിച്ചു, നീ ഇച്ചിരി ഓവറാണ്.
ശൈത്യ ഇച്ചിരി ഓവറാണ്, ഇതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. എന്തിന്റെ ആവശ്യമില്ല അവരുടെ പിന്നെ ഇങ്ങനെ ഈ ഭയങ്കര സ്നേഹം അങ്ങോട്ട് കോരിച്ചൊരിയോട് കാണിച്ചു തരും. അത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മള് ഫേക്ക് കളിക്കുമ്പോ ഫേക്ക് പറഞ്ഞു. ഇപ്പൊ കണ്ടസ്റ്റന്റ് അല്ലല്ലോ, അപ്പൊ പിന്നെ ഫേക്ക് കളിക്കുന്ന ജെന്യൂൻ ആയിട്ട് വന്ന് കളിച്ചൂടെ ഇവിടെ? അല്ലാതെ ഫേക്കാ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ടാഗ് കിട്ടി, കുറെ കാര്യങ്ങൾ ശൈത്യക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് തള്ളിക്കൊണ്ട് നടന്നിട്ട്. പക്ഷെ ഇവിടെ പിന്നെയും വന്ന് ബെസ്റ്റ് ഫ്രണ്ട് കളിക്കുന്നു. ബെസ്റ്റ് ഫ്രണ്ട് കളിക്കുമ്പോൾ നമുക്ക് അത് ഇച്ചിരി ഓക്വേർഡ്നെസ് ഫീൽ ചെയ്തു, അതൊരു അല്ലായ്മ ഫീൽ ചെയ്തു. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ശൈത്യയോട് ഞങ്ങൾ പുറത്തിറങ്ങിയ ടീം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു അതല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അഡ്വക്കേറ്റ് അല്ലേ, ഇവിടെ വായനയുള്ള ആളല്ലേ, സംസാരിക്കത്തില്ലേ, എന്തുകൊണ്ട് സംസാരിച്ചില്ല, എന്താ മരമിഴിങ്ങിയ പോലെ ഇരിക്കുന്ന പഴമിഴിങ്ങിയ പോലെ? അത് ഞാൻ ചോദിച്ചു. ശൈത്യം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഷോ തീർന്നു in 5 days. അപ്പൊ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോ ആ കമ്പനി കണ്ടിന്യൂ ചെയ്യാ. എനിക്ക് ഫേക്ക് ആയിട്ട് തോന്നി, ഞാനത് ചോദിച്ചു. അവർ അത്ര ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇവളാണ് ഇപ്പൊ സെക്കൻഡ് ഡ്രാമ ക്യൂട്ട് ഇവിടുത്തെ. ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ശൈത്യ. ഐ നെവർ എക്സ്പെക്ടഡ് ഇറ്റ് ഫ്രം യു. ഇവിടെ ഓൾറെഡി ഡ്രാമ ക്യൂട്ട് ഓൾറെഡി അവർക്ക്. ഞാൻ ഡ്രാമയൊന്നും ചെയ്തിട്ടില്ല, എന്റെ പ്രൊഫഷനെ തൊട്ട് കളിച്ചോണ്ട് ഞാൻ സംസാരിച്ചു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ശൈത്യ. നീ വക്കീലായിട്ട് നീ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞ, അല്ലാതെ വക്കീലന്മാരെ പറഞ്ഞോ ഞാൻ കേട്ടല്ലോ ശൈത്യ. ഐ ടോൾഡ് യു 1000 times. നാശത്തിനാണ്. ഞാനങ്ങ് സഹിച്ച്, ഞാനങ്ങ് സഹിച്ച്. കിട്ടാനില്ല, എനിക്ക് കുത്തലും എല്ലാം കിട്ടിയിട്ടുണ്ട്, ഇനി ഒന്നും കിട്ടാനില്ല. അടുത്ത ഡ്രസ് ഇട്ടിട്ട് കാരിക നടക്കുമ്പോ ഉരുണ്ട് വീഴല്ലേ? അതെ. ആദ്യം പാവപ്പെട്ട അവള് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി, അതിനെ കുറച്ച് ആരോപണം. അങ്ങനെ ഇപ്പൊ രണ്ടാമത് വീണ്ടും നല്ല കുറെ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുമ്പോ ഇങ്ങനത്തെ ആരോപണങ്ങൾ പറയേണ്ട ആവശ്യം ഉണ്ടോ എന്നാ ചോദിച്ചത്. ഇത് രണ്ടാമത്തെ ഒന്നുമല്ല, ആദ്യം തൊട്ടേ ഉള്ളത് ആയിരുന്നു അല്ലേ? ഓക്കെ അത് ശരിയാ. എല്ലാവരുടെയും ഇങ്ങനെ മൊത്തം ക്യാരക്ടർ നോക്കിയിട്ട് ഫ്രണ്ട് ആക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ സിറ്റുവേഷൻ കൊണ്ട് ഫ്രണ്ട് ആയി പോയി. പക്ഷെ അവര് നമ്മുടെ പിന്നീന്ന് ഇങ്ങനെ കുത്തുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഞാനല്ല കുത്തിയത്, അവളെ എന്നെ കുത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശൈത്യ, നമ്മൾ രണ്ടൊരു സുഹൃത്തുക്കളായിട്ടിരിക്കുമ്പോ മാത്രം ഇവിടെ ഗ്രൂപ്പിസവും ബാക്കിയുള്ള ആൾക്കാർ സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുമ്പോൾ അത് ഗ്രൂപ്പിസ് അല്ലാതാവുകയും ഞങ്ങളുടെ അടുത്ത് വേറെ ആൾക്കാരൊന്നും വരുന്നില്ല, നിങ്ങളുടെ അടുത്ത് ഫുൾ ആൾക്കാർ വന്നോണ്ടിരിക്കുക. അതൊരു ഗ്രൂപ്പിസ് ആയി പോവാ, മനസ്സിലായോ? നമ്മളാരും വിളിച്ചു കേട്ടില്ല. അതായത് അവിടെ ഒരു വൈബ് ഉണ്ടാകുവാണെങ്കിൽ എല്ലാവരും ആ സൈഡിലേക്ക് പോകത്തുള്ളൂ. നെഗറ്റീവ് ഉണ്ടാകുവാണെങ്കിൽ ആ സൈഡിലേക്ക് പോകത്തില്ല. നിങ്ങൾ വൈബ് ഉണ്ടാക്കി, അപ്പൊ എല്ലാരും നിങ്ങളുടെ കൂടെ വന്നു. നിങ്ങളുടെ തെറ്റിയതെന്ന് ആര് പറഞ്ഞു? ഗുഡ്. അല്ല അത് ക്ലാരിറ്റി വരുത്തണമായിരുന്നു, അതുകൊണ്ടാ. ഉച്ചയ്ക്ക് 1:20. പക്ഷെ കഴിക്കരുതാകെ കുറച്ചേ ഉള്ളൂ. കഴിച്ചില്ലേ? സ്വന്തം വീട്ടില് വന്ന ഒരു ഫീല് വീണ്ടും വന്നല്ലേ? ഓ, ഇവിടെ തന്നെ നിങ്ങൾക്കൊന്നും വീട്ടിൽ പോണ്ടേ? ഇവിടെ തന്നെ ഇരിപ്പന്നെ ഫുൾ ടൈം. ഇനിയിപ്പോ കഴിഞ്ഞാലും പോവില്ല. ഇതൊക്കെ എഴുതി തരട്ടാ നിങ്ങളെ പേരില്. പൊളിയല്ലേ? ജിഷിനും പ്രവീണിനും ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഉച്ചയ്ക്ക് 2:50.
ആരൊക്കെ വന്നിട്ട് വേറെ എങ്ങനെയുണ്ട്? സുഖം തന്നെ. എന്തൊക്കെയാണ് നടക്കുന്നത്? അഭിലാഷിനും റന ഫാത്തിമയ്ക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. വൈകിട്ട് 3:20. വീട്ടുകാരെ ഞാൻ അന്വേഷിച്ചോ? നിന്നെ ഇഷ്ടമാടാ, മൊത്തം പെരുത്ത് ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമല്ല അഭിലാഷ്. ഫാമിലിയില് വൈഫ് എന്റെ അടുത്ത് എന്ത് പറയാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഞാൻ മിണ്ടത്തില്ല, ഞാൻ മിണ്ടില്ല. ഞാൻ അവളുടെ സിറ്റുവേഷൻ ഇപ്പൊ ആരെ അന്വേഷിച്ചു എന്ന് പറയാനുള്ളതല്ല. അതാണ് എന്ത് പറ്റി? എന്താടാ ചെറുക്കാൻ. അപ്പൊ അത് തന്നെ അത് ഇത് കഴിഞ്ഞിട്ടുള്ള സ്കാനിങ് ഇപ്പൊ മറ്റന്നാളാണ്. അയ്യോ, അപ്പൊ എനിക്ക് എങ്ങനെ കണക്ട് ആയത്? അല്ല, എനിക്ക് ആക്ച്വലി എപ്പോഴാണെന്ന് അറിയത്തില്ല. എനിക്ക് കുറച്ച് ദിവസങ്ങളെ ഞാൻ പറയുന്നത് എനിക്ക് കുഞ്ഞിക്കാല് കാണണം. സത്യം ഞാൻ പറഞ്ഞു. എനിക്കപ്പം ആദ്യം മനസ്സിലാവുന്നത് ഇയാളുടെ പറഞ്ഞ കേക്ക്. ഇയാളുടെ ഞാൻ ഈ കറക്റ്റ് ദിവസം പറഞ്ഞത് അനിമോളുടെയും അനിലിന്റെയും കേസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് അടുത്ത വർഷങ്ങളിൽ എനിക്ക് കുഞ്ഞിക്കാല് കാണണം, അനീഷ് ഏട്ടാന്ന് പറഞ്ഞു. അതിനുശേഷം എന്റെ മൈൻഡ് വന്നത് നിങ്ങളുടെ മോനെ 1 മാസം കൊണ്ട് ഇതിനായിട്ട് എല്ലാത്തിനും പിടിച്ചറിയിക്കാതെ വൈകിട്ട് 3:35. നീ സരികേച്ചിന് മൈൻഡ് ചെയ്തില്ലാന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ഫൈനലിസ്റ്റിനോടൊക്കെ സംസാരിക്കട്ടെ. അതൊക്കെ പണ്ട് അവള് കരയിപ്പിക്കാൻ നോക്കട്ടെ. എന്നാലും 3ാമത്തെ ആഴ്ച വിറ്റായി. എനിക്ക് സന്തോഷമേ ഉള്ളൂ. മറ്റേ നിന്നെ പോലെ യൂട്യൂബും ചെയ്ത് നടക്കില്ല, സ്റ്റേജ് ഷോ കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ. സ്റ്റേജ് ഷോ ചെയ്യുന്നതിനെക്കാളും പേടി ഉണ്ടായിരുന്നു. എന്തെന്നറിയോ, നോമിനേറ്റ് ചെയ്താലോ എന്ന് വെച്ചിട്ട് മിണ്ടാതിരിക്കും. വന്ന് കെട്ടിപ്പിടിച്ചില്ല. ഐശ്വര്യ അതാ പ്രശ്നങ്ങളെ സാരല്ലേച്ചി. അത് 3ാമത്തെ ആഴ്ച പോയതിന്റെ ഞാൻ കാണിച്ചു തരാം. അതെനിക്ക് സങ്കടമൊന്നുമില്ല. എനിക്കിവിടെ ചെറിയ പൈസ ആരോടൊന്നും മിണ്ടാതെ എനിക്ക്. കാരണം പിന്നെ പോലെ മാലയിട്ട് കൂട്ടുകാരെ തന്നെ ചേട്ടനെ കൊണ്ട് മാല ഇടിപ്പിച്ച് നാളെ കെട്ട് പോണ്ടി വന്നില്ല. പിന്നെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എനിക്ക് എവിക്റ്റായി പോകുമ്പോ ഞാൻ കരയില്ലെന്ന് അവർക്കറിയാം. ഞാൻ ഇവിടെ വരുമ്പോ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാനിവിടെ ഞാൻ കരഞ്ഞില്ല. നീ എപ്പിസോഡ് കണ്ട ചോറുമൊന്നും ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. വരുന്നുണ്ട് അങ്ങനെയല്ല. നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. നമ്മള് കണ്ടസ്റ്റൻസ് അല്ല. അതെനിക്കറിയാം. ഞാൻ കണ്ടസ്റ്റൻസ് അല്ല. ഇവിടെ വരുമ്പോഴും ഞാൻ കണ്ടസ്റ്റൻസ്. ഞാൻ ആർട്ടിസ്റ്റായിട്ട് തന്നെ വന്നതാ. അപ്പൊ നീ 3 ആഴ്ച കൊണ്ട് പോയി 3 ആഴ്ച കൊണ്ട് പറയും. ഇവിടെ നിൽക്കുന്നത് മറ്റേ കേരളോത്സവത്തിന് വച്ചിട്ടൊന്നല്ല. കൂടുതൽ PR നീ എന്നെ പറഞ്ഞ 50 ദിവസം ഞാനാണ് പറഞ്ഞത്. ഞാൻ ഈ എവിക്റ്റായ കാര്യം പറഞ്ഞോ? ഇതെന്താണ് നിങ്ങൾക്ക് കഴിഞ്ഞ ഇവിടെ നിൽക്കുമ്പോഴേ കേട്ടപ്പോ കണ്ടസ്റ്റന്റുകളാണോ ഇപ്പോഴും? ഇങ്ങനെ ഒരു പരിധിയുണ്ട്. ഞാൻ നിന്നോട് കെട്ടിപ്പിടിക്കാത്തതിന്റെ അവള് മൈൻഡ് ചെയ്തില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എവിക്റ്റായി പോകുന്നതൊന്നും അത്ര വലിയ മോശം കാര്യമൊന്നും. ചേച്ചിക്ക് വിഷമായിട്ടാണ് അങ്ങനെ തോന്നുന്നത്. എനിക്കൊരു കുറച്ചിലൊന്നുമില്ല. എനിക്ക് ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ഞാനും സന്തോഷമായിട്ടുണ്ട്. അപ്പൊ നീ പറഞ്ഞ അങ്ങനെയല്ല, കരഞ്ഞോണ്ട് പോയി. അവളറിയാം അവിടെ ബാക്കിൽ കൂടെ കരഞ്ഞോണ്ട് പോയി നിങ്ങളെ സർക്കാസ് അറിയില്ല. അതുകൊണ്ടാ പ്രശ്നം. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. സർക്കാസ് എന്താണ് ചേച്ചിയെ? 93-ാം ദിവസം വൈകിട്ട് 3:50. അല്ല, അവളെ ചുമ്മാ 3 വർഷം കൊണ്ട് ഇവിഷനായി ചോറും വഴി കരഞ്ഞോണ്ട് പോയില്ല എന്നൊക്കെ പറയും. പരസ്യമായിട്ട് ഇങ്ങനെ ഗാറല്ല. എന്നിട്ട് സരി ചേച്ചിക്ക് സർക്കാസ് എന്താന്ന് അറിയില്ലേന്ന്. മറ്റുള്ളവരെ ഇത് വെച്ചിട്ടാണ് അവള് സർക്കാസ് ഉണ്ടാക്കുന്നത്. എപ്പോ പറഞ്ഞു? ഇപ്പൊ അവിടെ ഇരുന്നുണ്ട്. എന്താണ് കോമഡി എന്നും ഒരാളെ ഹേർട്ട് ചെയ്യാണ്ട് എങ്ങനെയാ കോമഡി പറയാന്നുള്ളത് അറിയാം. അത് പഠിക്കണം ആദ്യം. അല്ല, ഈ സെയിം സാധനം ഞാനിവിടെ ഉണ്ടാകുമ്പം പറഞ്ഞോണ്ടിരുന്നത് അതറിയോ? അത് പിന്നെ പോട്ടെ എന്ന് വിചാരിക്കാം.
നോ 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 എന്നിട്ടും അത് എന്നെ പറയുന്നത് ഞാൻ പറഞ്ഞു പോകുന്നതിന്റെ തലേ ദിവസം പോലും ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞിങ്ങനെ അഞ്ജനേൻ ഇവിടെ വരാൻ ഭയങ്കര അതിന് മുന്നേ ചേച്ചി പോകുന്നു പറഞ്ഞു. അന്ന് ഞാൻ എന്തോരം കരഞ്ഞതാന്നറിയോ. ഈ അപ്പൊ അവർക്ക് അതാണ് മക്കളും ഇവരൊന്നും ഫീലിങ്സ് ഒന്നും പറഞ്ഞാലും അറിയില്ല. അത് വിട്ട് അതിന് ആ പ്രായത്തിൽ ഇതായിട്ട് കൂട്ടിയാൽ മതി. നിങ്ങൾ കാര്യമാക്കണം. ഇത് വലുത് ശരിയായി നിങ്ങൾ എന്തെന്ന് കേട്ടിരിക്കുന്നത്. ചേച്ചിക്കും അറിയാം നമുക്കും അറിയാം ഇല്ലേ. ഇപ്പൊ മുതൽ ഞാൻ പറയും എന്നെ ആരെയും പറയാൻ നല്ലോണം പറയുന്നു. പക്ഷെ എനിക്ക് താങ്ങാനുള്ള ശേഷം എനിക്കിപ്പോ വീട്ടിലും നാട്ടിലും പോയി നാണക്കേടായിരിക്കും. എല്ലാവരും പറയും കരഞ്ഞോണ്ടിരുന്ന് മറുപടി പറയാണ്ട്. പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റൂല. ഈ സീൻ തല മറിച്ചിട്ട് തൊണ്ണൂറ്റിമൂന്നാം ദിവസം വൈകിട്ട് 4:30. സംസാരിച്ചിരിക്കാനല്ലേ വന്നത്? അല്ല, ഞാൻ അങ്ങനെയല്ല. എനിക്ക് വിഷയമല്ല. എനിക്കും താല്പര്യം. എനിക്ക് നിന്നോട് മിണ്ടാനേ താല്പര്യം. അനു, നിന്റെ അടുത്ത് ഞാൻ പലരും ഓവറാക്കല്ലേ. ഞാൻ കാരണം പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവളൊരു തമാശ പറഞ്ഞിട്ട് അത് കഴിഞ്ഞു. ഞാൻ അതിന്റെ നീ അവരുമായിട്ട് നേരത്തെ ഗെയിമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം ഞാൻ എന്തെങ്കിലും ഫിസിക്കൽ എനിക്ക് ഓക്കെ ഒരു പ്രശ്നം ഞാൻ അവിടെ ഇതോട്ടിട്ട് കോംപ്രമൈസ് അല്ല അതല്ല അതൊക്കെ അതൊക്കെയാ. അനു എന്റെ അടുത്ത് സംസാരിക്കരുത് കേട്ടല്ലോ. അനു സംസാരിക്കരുത്. പോയിക്കോ, നീ പോയിക്കോ. അല്ല, അനു പോയിക്കോ. അല്ല, എനിക്ക് പ്രശ്നമില്ല. ഇങ്ങനെയൊന്നും ആക്കിയാൽ അവിടെ വന്നിട്ട് എന്നെ ഉപദേശിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. വൈകിട്ട് 4:50. ആരാധകരെ ശാന്തരാകൂ. എന്റെ ഫാൻസ് ആണ്. വരുന്നു നിന്റെ പടക്കം തീർക്കാനാണ് നീ ഇവിടെ വന്നത്. ഇറിറ്റേറ്റിംഗ് ഒന്നും വേണ്ട കേട്ടാ. എന്റെ മുഖത്ത് നോക്കി പണക്കാണോന്ന് ഇപ്പൊ പാട്ട് പാടേണ്ട കാര്യം എന്താ? നീ എവിടെ നോക്കിയാലോ പാടി? പിന്നെ എന്റെ മുഖത്ത് നോക്കി പാടുന്ന കാര്യം നിനക്ക് എന്നാ തിരിഞ്ഞിരുന്നോ? അങ്ങനെയാണോ? നീ എല്ലാവരും അങ്ങനെയാണോ? എന്തിനാ ചൂടാവുന്ന എന്നോട് വെറുതെ? ഞാൻ എന്താ ചെയ്തു നിങ്ങളെ? വന്ന സമയം മുതൽ ഞാൻ നിങ്ങളെ കൊല്ലാനൊന്നും വന്നിട്ടില്ല. അതിനുള്ള ദേഷ്യം നിന്നോ കാണിക്കണ്ട. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പറ. ഞാൻ നല്ലപോലെ ഞാൻ സംസാരിക്കും. ഞാൻ ഇവരോട് മാറിയിരുന്നു. നീ വരുന്നിടത്ത് ഞാൻ മാറിയിരിക്കണോ? എന്തിനത്ര ദേഷ്യോ? ഗെയിമൊക്കെ കഴിഞ്ഞില്ലേ? കണ്ണൂർച്ച് പേടിപ്പിക്കുന്നതിനാ ഞാൻ ആരുടെ അങ്ങോട്ട് പോയി ബഹളം ഉണ്ടാക്കുന്ന ആളല്ല. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നപ്പോഴും ഇല്ല, ഇപ്പോഴും ഉണ്ടായിരുന്നപ്പോഴില്ല. ആരുടെ പോയി ഇറിറ്റേറ്റ് ചെയ്തിട്ടില്ല. അല്ല, ഞാൻ എന്താ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവള് വന്നപ്പോ എല്ലായിടത്തും മിണ്ടാൻ വേണ്ടി വന്നില്ലേ? പിന്നെ മുൻഷേട്ടൻ ഇത്രയും വാശി വെച്ചോണ്ടിരിക്കുന്നത്? എനിക്കെന്ത് വാശി? എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ അവളൊരു പാട്ടല്ലേ പാടിയുള്ളൂ, വേറെ ഒന്നും പറഞ്ഞു വന്നില്ലല്ലോ. ഇനി എന്താ തെറി വിളിക്കുന്നവരെ ഞാൻ കാത്തിരിക്കണം? അല്ല, പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. പ്രാങ്ക് ചെയ്യുവാണോ? പ്രാങ്ക് ഒന്നല്ല, കണ്ണുരുട്ടി. എനിക്ക് പേടിയാവുന്ന മുഖം കണ്ടിട്ട്. ആ മുഖത്തോടെ നീ നേരത്തെ പറഞ്ഞ എന്തിരി ചിരിപ്പിക്കല്ലേ മുൻഷേട്ടാ? നിങ്ങൾ കളിപ്പാവായിരിക്കും. എനിക്ക് ചിരി വരുന്നുണ്ട്. ഇത്ര ഞാൻ പിടിച്ചെടുത്ത് എനിക്ക് പറ്റുന്നില്ല. ഫസ്റ്റ് വീക്കിൽ ഇറക്കിനെങ്കിൽ പ്ലീസ് ഇവിടെ ഇതിന്റെ 4 പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 ദിവസമെങ്കിലും നിൽക്കേനും. ഇത് ശരിക്കും എന്താ കൊച്ചിനോട്? ഞാൻ കൊച്ചുകുട്ടിയായിട്ടാണ് പ്രശ്നം. എനിക്ക് കൊച്ചിനോടല്ല, നമുക്ക് തല്ലി തീർക്കാം. വൈകിട്ട് 6:45. Got views from the bed, so pretty. Attitude, independent, big city. I grind, so I got
rich in luxury. ഒരു ഫ്ലോയിൽ സ്ക്രോളിൽ നേരം പോകും പോക്കിൽ പെട്ടോനാണേ യാ ഇലാഹി ബാസാക്കി തന്നോടെ ഹാജത്ത്. Kerala to the Gulf, yo, I got the spotlight on me. Came with a dream and secured my spot. Top of the board, yo, money is the move. Got you hungry for a taste like you're cooking my food. Taking my time, waiting on you, into the wild, waiting on you. Send us a mind, love a girl, monopolize, run the world. Locking it down, wearing a crown, shaking my wings, wearing it down. They're never gonna change. എനിക്കുണ്ടല്ലോ ഈ വേർപ്പ് ഉള്ളി വെച്ച് പ്രവർത്തിക്കാനും പറ്റൂല. എങ്ങനെയുണ്ട് ഹൃദയമൊക്കെ? എന്തോ ആയിക്കോട്ടെ. ഞാനാ ഫാന്, അറിയോ? ഞാനാണ് ഫാന്, എനിക്കറിയാം, ആകെയുള്ളൊരു ഫാന്. ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് കോംപ്രമൈസിന് വന്നാൽ ഞാൻ എന്ത് ചെയ്യണോ? ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ചേട്ടനായിട്ട് നിന്നു എന്താണെങ്കിലും. മസ്താനി, വീണ്ടും സ്വാഗതം ഈ ബിഗ് ബോസ് വീട്ടിലേക്ക്. ബിഗ് ബോസ്. വൈകിട്ട് 6:55. കുറച്ച് നാളായില്ലേ ഞാൻ നിന്റെ കൂടെ കൂടിയിട്ട്. എനിക്ക് ആരെങ്കിലും വൈരാഗ്യം വെച്ച് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നീ അങ്ങനത്തെ ഒരാളല്ല. പിന്നെന്താ ഞാൻ ഇപ്പോൾ ഒരാളെ ഞാൻ ഇത്രയും പേർക്കണമെങ്കിൽ എന്താണ് കാരണം? ഒരു കാര്യം പറയട്ടെ. എന്താ പറയാ അളിയും പറ. രണ്ട് പറയട്ടെ. എന്തിന് അടുത്തത് എന്തിന്? ഈ ഷോയിൽ വന്നത് രണ്ടാമത് വന്നത് നീ ഉള്ളതുകൊണ്ട് മാത്രമേ ഞാൻ അത് കഴിഞ്ഞ് വിഷയം കഴിഞ്ഞു അടുത്ത് പുറത്തിറങ്ങിയ സിനിമകൾ. ഇല്ല വേണ്ട, നിനക്ക് മിണ്ടണെങ്കിൽ ഈ വിഷയം സംസാരിക്കണ്ട. ഇല്ല മിണ്ടണ ആക്കലാണ്, താറ്റലാണ്, പൊട്ടിച്ചു വെക്കാൻ ചുമരുമ ചെയ്താ എന്താ ഇത് എൻ്റെ വിഷയമായിട്ട് സംസാരിക്കേണ്ട കാര്യം എനിക്ക് താല്പര്യമില്ല. അവളുടെ മറ്റേ ചെറിയ പിള്ളേരുടെ ഷൂവിൻ്റെ മുകളിലുണ്ടാവില്ല സൗണ്ട് പീക്കി പീക്കി. ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞ ഇടിക്കാൻ തോന്നി. എനിക്കതിൽ കരിയടമുണ്ട് വിഷയം. എൻ്റെ അടുത്ത് എൻ്റെ ഇതല്ല ഇപ്പം എൻ്റെ അടുത്ത് ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഒരു കോംപ്രമൈസ് ടോക്ക് സംസാരിക്കാൻ വരുമോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ പേടി. മാന്യമായിട്ട് വരുമ്പോൾ നമ്മൾ മാന്യമായിട്ട് പെരുമാറണം, അത്രേ ഉള്ളൂ. മൊടയാണെങ്കിൽ മൊട. രാത്രി 7:50. ഇപ്പൊ എത്ര പേര്? 2, 4, 5 പേര് ഇവിടെ ഉണ്ട്. 5 പേര് 5x3 പാത്രം കഴിക്കുന്നു. 15 നേരം മതിയില്ല സിംഗിൾ ക്ലീൻ ആവാനായിട്ട്. ഒന്ന് പോയി കഴിയണ്ട അനീഷേട്ടന്റെ നിഷ്കളങ്കത ഞങ്ങൾക്ക് എന്തോരം കാര്യങ്ങൾ ശാരിക പറഞ്ഞു നിൽക്കുന്നത്. ശാരിക വിളിച്ചോണ്ട് എന്ന് മറ്റൊരു ഐഡന്റിറ്റി ഉള്ളവർക്കല്ലേ നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കുന്ന കാര്യം. അത് ലോക തരം തരത്തി കിടക്കുന്ന പോയി തരത്തി പോയി കളിക്കണി ആതിരെ നീ ഓടി. സീരിയസ് അത് പുറത്തു വെച്ച് തീർക്കാനുള്ളത്. വിഷയമാണെങ്കിൽ ഉള്ളി വെച്ച് തന്നെ തീർക്ക്. പിന്നെ പുറത്ത് വെച്ച് ആര് കാണാൻ വിഷയം പിന്നെ ഇത് മൊത്തം ചെയ്യും. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഒന്നും ചെയ്യാൻ വേണ്ട, ആരും ഒന്നും പറഞ്ഞില്ല. തോന്നിയ കാര്യം അത് നമ്മൾ ഷെയർ ചെയ്തു, അത്ര തോന്നിയത്. എന്താ നിനക്ക് തോന്നിയത്? തള്ളല്ലേ? എന്താ തോന്നിയത്? ഒന്നും തോന്നിയില്ല. അവിടെ നിനക്ക് കൂടുതൽ സംസാരിക്കില്ല, ഇങ്ങോട്ട് ഇളക്കാൻ നിൽക്കല്ലേ. നിന്റെ തോന്നല് പറയാനുള്ള സ്ഥലമല്ലേ ഇത്. ഒരാളുടെ ഐഡന്റിറ്റി നോക്കിയിട്ട് എന്താ തോന്നിയത്? നിന്റെ പാട്ടിലേക്ക് ചെന്നോ ഞാൻ? പിന്നെ എന്താ എന്ത് പറയാം? എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നീ ഓവറാക്കണ്ട. നീ എന്താ പറഞ്ഞത്? തോന്നാനോട് തോന്നി പറഞ്ഞത്. ഷോ വേണ്ട. നീ പറഞ്ഞ എന്ത് ചെയ്യും? ചെറ്റക്കളി കളിക്കരുത് കേട്ടോ. അന്തസ്സോറ് കിട്ടണ ഗെയിം കിടക്കുന്നത് ചെറ്റക്കളികൾ ചെയ്യും. ലെവലിൽ നീ എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അത് ഇപ്പൊ അവള് പറഞ്ഞു. നീ ഒന്നും പറഞ്ഞില്ല. അവളെന്താ പറഞ്ഞത്? എനിക്ക് തോന്നിയത് അവൾക്ക് തോന്നി പറഞ്ഞത്. എന്നോട് ചോദിക്കണമായിരുന്നു. അല്ലാതെ ഒരു ലൈവിൽ എന്നിട്ട് പറയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? എവിടെ ആണെങ്കിലും എന്റെ ഒപ്പീനിയൻ ഞാൻ പറയും. വന്നുങ്ങാനും ഉണ്ടാക്കാൻ വരുന്നത് ഇപ്പൊ കൊറേ നേരായി ചോറിന്ന് ഓവറാക്കുന്നു. രാത്രി 7:55. എനിക്ക് തിരിച്ചു ചെല്ലുമ്പോ ജനങ്ങൾ എന്നോട് ചോദിക്കും, ഷാരിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ട് ഷാരി അവിടെ അഭിനയിച്ചത് എന്തിനാണെന്ന്. ഞാൻ അഭിനയിച്ചില്ല. എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. അവരുടെ മുമ്പിൽ കിടന്നു സ്നേഹം, കള്ള സ്നേഹം അഭിനയിച്ച് ഹഗ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്കില്ല അവരോടത്. വരുമ്പോൾ ഉണ്ടായിരുന്നു എനിക്കത്. ഇനിയില്ല, ഒരിക്കലും ഉണ്ടാവത്തുമില്ല. എല്ലാ കാലവും. അതായത് ഞാനിവിടെ 26 ദിവസം അവള് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ പ്രശ്നം ഉണ്ടാക്കാതെ പോയതാണ് ഞാൻ പലവട്ടം. മനസ്സിലായോ? ഇനി അതില്ല, അതിന്റെ ആവശ്യമില്ല എനിക്ക്. അന്ന് നമ്മൾ കൾച്ചർ കീപ്പ് ചെയ്ത്. ഇന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് എനിക്കറിയാം. ഇവളുമാരെന്താന്ന് എനിക്കറിയാം. കാണുന്ന പൂമ്പാറ്റകളല്ലവര്. നോട്ട് അറ്റ് ഓൾ ബട്ടർഫ്ലൈസ്. കാര്യങ്ങളൊന്നും വിളിച്ചു പോയി പറയരുത്. അല്ല, ഞാൻ ഈ അകത്ത കാര്യമാണ് പറഞ്ഞത്. അത് പറയത്തില്ല. അങ്ങനെ അവളുമാര് സൂഹിക്കണ്ട. പുറത്തിറങ്ങിയിട്ട് അനുഭവിച്ചാൽ മതി.
ഈ ചുമ്മാ ചൊറിയാൻ വന്നിട്ട് എന്റെ ചൊറിച്ചിലിന്റെ മനസ്സിലുണ്ട് എന്നിട്ട് എന്നെ ചൊറിയാൻ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അനുമോൾ തുണിച്ചിറക്കുമായിരുന്നു അവള് പറഞ്ഞത്. ശാരിക വിചാരിച്ച് അനുമോൾക്ക് ശാരികയോട് പ്രണയമാണെന്ന്. പ്രണയം ശാരിക ശരിക്കും പ്രണയം. അപ്പൊ ശാരിക വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് മുന്നേ കോളേജിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത്ര പെൺകുട്ടികൾ പുള്ളിക്കാരിനോട് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് അവരോട് ഓപ്പൺലി പറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അനുമോളുടെ ബിഹേവിയറിൽ അവർക്ക് അങ്ങനെ തോന്നിയെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇല്ല ചേച്ചി അങ്ങനെയൊന്നും ഇല്ല, കാരണം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവള് അങ്ങനത്തെ നോക്കുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഇല്ലടി എനിക്കാണ് തോന്നുന്നത്, നിങ്ങളൊന്ന് ക്ലോസ്ലി വാച്ച് ചെയ്തു അനുമോളാ, അപ്പൊ മനസ്സിലാവും എന്നോടുള്ള ഇടപഴകലൊന്നും നോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാനോട് അങ്ങനെ പറഞ്ഞു നിന്ന്. അപ്പൊ നോക്കുമ്പോ ഇവർക്ക് തോന്നി ശരിയാണെന്ന് തോന്നി. ശാരിക ചേച്ചിയുടെ പറച്ചില് ശാരിക ചേച്ചിക്ക് അങ്ങോട്ട് അല്ല കേക്ക്. ശാരിക ചേച്ചി നമ്മളോട് പറഞ്ഞതിന്റെ ഇതില് ശാരിക ചേച്ചി പറയുമ്പോ എനിക്ക് നൊറിയാൻ തോന്നിയതെന്ന് വെച്ചാല് പുള്ളിക്കാരിക്ക് അനുവിനോട് ഇഷ്ടമുണ്ട്, പക്ഷെ അത് തിരിച്ചാണ് പറയിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു സംഗതി ആക്ഷൻസിലൂടെ പറയിപ്പിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു സൈക്കോളജി ഒന്നുമല്ല, അങ്ങനെ തോന്നി. അപ്പൊ ഇത് അനുവിനോട് ചോദിച്ചാൽ നിനക്ക് ഇഷ്ടമുണ്ടോ? അപ്പൊ ആരും അറിയാതെ നമ്മള് മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് ചെവിയിലൊക്കെ ചോദിച്ചാ ഇതങ്ങനെ പുറത്തായി തറൂട്ടോ. അപ്പൊ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ഇല്ല എനിക്ക് ഇഷ്ടമൊന്നുമില്ല, നിനക്ക് അറിഞ്ഞൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവള്. ഞാൻ പറഞ്ഞ എന്നാ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു സൈഡ് വലിവുണ്ട്, അപ്പൊ നീ ഒന്ന് നോയിക്കോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് സംഗതി. രാത്രി 8 മണി. നിങ്ങൾക്കിത് മാനസികമായിട്ട് ഇത്രയും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വന്നിട്ടല്ല. അല്ലെ പിന്നെ എനിക്ക് സോൾവ് ആക്കണ്ട, എന്നാ അവരുടെ അടുത്ത് ചോദിക്ക്. എന്ത് ചോദിക്കാൻ? അല്ലാതെ നിങ്ങൾ അവരുടെ മാത്രമല്ല പാർട്ട്, മൂന്നാമതൊരാളും കൂടി ഉണ്ട്. അതും കൂടി അനുസരിച്ചിട്ട് വേണം സംസാരിക്കാൻ. മൂന്നാമതൊരാളെ ഞാൻ ഒരിക്കലും കണക്കാക്കിയിട്ടില്ല അവളെ. അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? പ്രശ്നം ഉണ്ടാക്കട്ടെ, നമ്മളെ അറിയാം, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ നമുക്കിട്ട് പഠിക്കാന്ന് പറയുമ്പോൾ അതൊരു ചെറ്റത്തരമല്ലേ അവർ ചെയ്തത്. അനു എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു എനിക്ക് വിഷയമല്ല. അനുവിന് ഇതിനകത്തുള്ള പങ്കിനെ കുറിച്ച് ശൈത്യ പറഞ്ഞത് ചേച്ചിക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അതൊന്ന് ശാന്തമാകും. എന്നിട്ട് നിങ്ങൾ അവരിരുത്തി ചോദിക്കാതെ ഏത് എനിക്ക് അവളുമാരോട് ഒന്നും ചോദിക്കാൻ. അവള് മരുന്ന് എന്നോട് മാത്രമല്ല സകലരോടും അവള് മരുന്ന് ചെയ്തിട്ടുണ്ട്. ബാക്ക് സ്റ്റാബേഴ്സ് ആണ്, ബാക്ക് സ്റ്റാബേഴ്സ്. എന്ത് ദേഷ്യത്തിന് മുതൽ അത് പറയാൻ പാടില്ല. അപ്പൊ തോന്നിയെന്ന് പറയുമ്പോൾ അവൾക്ക് ഞാൻ അങ്ങനെ എന്തോ അനുമോളുമായിട്ട് എന്തോ ഒരു ഇത് കണ്ടു എന്നല്ലേ അതിനർത്ഥം. അലിഗേഷൻസ് ഈസ് ഓൾവേസ് അലിഗേഷൻ. എനിക്ക് നിങ്ങളുടെ ഈ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി, കാരണം ഈ സെയിം സാധനം ആദില എന്നെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് എനിക്ക് ഇത് കറക്റ്റ് ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ബാക്കിയൊന്നും എനിക്കറിയില്ല. രാത്രി 8:30. അപ്പൊ നിങ്ങ അന്ന് പറഞ്ഞ് അനുവിന് ചേച്ചിനോട് ഇഷ്ടമുണ്ടോന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല അനു ഇഷ്ടമുണ്ടോന്നല്ല, അനുവിന് എന്തോ ഒരു കുറ്റപ്പെടുത്തത്തിലൊന്നും എനിക്ക് അത്ര സുഖമില്ല. ഞാൻ നിന്നോടല്ലേ ആദ്യം എന്ന് പറയാം. ചേച്ചിനോട് എന്തോ ഒരു സംഭവം എനിക്കത് ഫീൽ ചെയ്തു. ഇഷ്ടം പോലത്തെ സംഗതി തന്നെയല്ലേ? അല്ല ഇൻട്രസ്റ്റ് അല്ലേ? എന്തോ ഒരു അവളെങ്ങനെ അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഇതാണ് സംഗതി. അത് ഞാൻ പറഞ്ഞല്ലോ ഇവരോട്. അല്ല പറഞ്ഞ് മാറ്റി പറഞ്ഞതല്ല ചേച്ചി കേക്ക്. അപ്പൊ അങ്ങനെ ചേച്ചി പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കോളേജിലൊക്കെ ചില പിള്ളേർക്ക് ചേച്ചിനോട് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട്, പെൺകുട്ടികൾക്ക് ചേച്ചി പറയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതായത് അവർ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് അനുമോളോട് പറയിപ്പിക്കും, അനുമോൾ ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു സംഗതി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ പറഞ്ഞ സാധനം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് അനുമോളുടെ ഒരു കെട്ടിപ്പിടുത്തുന്നു ഞാൻ അവരത് ഇപ്പൊ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. അനുമോളുടെ കെട്ടിപ്പിടുത്തുന്നു എനിക്ക് എത്ര ഇവളെ കൊണ്ട് പറയിപ്പിക്കുന്നുള്ളത് തമാശ തമാശ രീതി പറഞ്ഞു കാണുമായിരിക്കും. ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ഞാനത് അനുമോളോട് സംസാരിച്ചല്ലോ. അനുമോൾ എന്റെ മുമ്പിൽ എന്തോ കാര്യം പറഞ്ഞ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞ അയ്യേ നീ ആദ്യം കരുതിയത് നിന്റെ പിടുത്തൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് പോ ചേച്ചി, ഞാൻ ആമ്പിള്ളേരെ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് അനുമോള് പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ ഫൈൻ. രാത്രി 8:50. കഴുകില്ലേ എടി ഇവ പൂരി എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ജിഷൻ അവിടെ പൂരി വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അത് ബാസ്കറ്റിൽ അത് കളയണ്ടായിരുന്നു. അത് വേസ്റ്റ് ആക്കി എന്തിനാ ചേട്ടാ? എനിക്ക് അയാളുണ്ടാക്കിയ പൂരി വേണ്ട, ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കി കഴിച്ചോളാം. ഓക്കെ,
പൂരി വേസ്റ്റിൽ ബാസ്കറ്റിൽ ഇട്ട് അത്രയും കൾച്ചർ ഇല്ലാത്ത കാര്യം കാണിച്ച് അയാൾ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് വേണ്ട, ഐ ക്യാൻ മേക്ക് ഇറ്റ്, ഞാനത് ഉണ്ടാക്കി കഴിച്ചോളാം, എനിക്കത് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, ഞാൻ ബാക്കി എല്ലാവർക്കും കൊടുക്കാം, എനിക്ക് അയാൾക്ക് തരാനായിട്ട് താല്പര്യമില്ല. ദാറ്റ്സ് ഓക്കെ. എനിക്ക് അയാൾ ഉണ്ടാക്കിയ ഭക്ഷണം വേണ്ട, എനിക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് അറിയാം, നോ പ്രോബ്ലം. ഓക്കെ ജിഷൻ, എന്റെ അടുത്ത് സോറി പറഞ്ഞ് വരണ്ട. യു ഡിഡ് ഇറ്റ് വെരി റോങ്. നോക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പൊ ഞാൻ പറയുന്നത് ഗസ്റ്റിന്റെ കാര്യം നോക്കി. ഞാൻ എന്ത് കാര്യം ഒരു പുല്ലുമല്ല. ഒരു പുല്ലുമല്ല. ഗസ്റ്റിന്റെ സ്ഥാനത്ത് വലിയ ഉള്ള Jishin, you are just a guest, okay? And I'm the housemaid right now. 93-ാം ദിവസം രാത്രി 8:55. ഒരാള് ഭക്ഷണം കഴിച്ചു, എല്ലാവർക്കും കൊടുത്തു. എന്റെ ദേഹത്ത് ചട്ടകം പഴിപ്പിച്ച് അങ്ങനെ മുട്ടി എന്ന് പറയാനായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഇതെന്താ, ഇതാണോ? ഇപ്പൊ അത് അങ്ങനെ മാറ്റിമറിക്കവൻ നമ്മള് കരുതി കൂട്ടി ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലല്ല, അങ്ങനെ അത്രയ്ക്ക് ചീപ്പ് സാധനം ഞാൻ കാണിച്ചു. നിങ്ങൾ കരുതി കൂട്ടി ബാസ്കറ്റിലിട്ട അത് നിങ്ങളുടെ കൾച്ചർ, മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? അതാ പറഞ്ഞത്. ഗസ്റ്റിന് സ്ഥലത്ത് നിന്നാ മതി കേട്ടോ, ഇങ്ങോട്ടേക്ക് പറയണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കും. ഓക്കെ, പറ്റില്ലെങ്കിൽ താനോട് മിണ്ടാണ്ടിരിക്കണം. നേരത്തെ ഒരു സാധനം ഉണ്ടാക്കി അവൻ എത്ര പേർക്ക് കൊടുത്ത്? എത്ര പേർക്ക് കിട്ടിയില്ല? നേരത്തെ ഉണ്ടാക്കിയ 10 ഇവർക്ക് കിട്ടിയില്ല, ശൈത്യക്ക് കിട്ടിയില്ല. ഇവനാണ് ഇത് മുഴുവൻ നിന്നത്. ഒരു 10-12 അവൻ തിന്നത്. എന്ത് മര്യാദയാണത്? അവന്റെ കാര്യം നടക്കുന്നത്, അത്രേ ഉള്ളൂ. അത് ഈ മിണ്ടാണ്ടിക്കുമാണ് ഇവനൊക്കെ തലയിൽ കയറുന്നത്. 93-ാം ദിവസം രാത്രി 9 മണി. തിന്നെ സമയം ചേർത്തുണ്ടല്ലോ, അത് നടക്കുന്നുണ്ട്. വേസ്റ്റ് ഒന്നും ഇല്ലാതെ കഴിച്ചു ചേർക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഒരു പണി ചെയ്തടാ. അല്ലല്ല, അവനിവിടെ ഡെയിലി 2 നേരം കുക്ക് ചെയ്ത് തരുന്നതാ. അല്ലാണ്ട് എന്തെങ്കിലും പണിയെടുക്കുന്ന വർത്താനൊന്നും വേണ്ട. അല്ല, അത് ആര് പറഞ്ഞാലും അതൊരു മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. അവനിവിടെ ഡെയിലി അവ 2 നേരം ഇവിടെ ഫുഡ് വെച്ചിട്ട് കഴിച്ചേർന്ന ആൾക്കാരാണ് നമ്മൾ. അല്ല, മനസ്സിലായില്ല? അല്ല, അവ 2 നേരം മര്യാദക്ക് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നതാ. അല്ലാണ്ട് തിന്നാൻ നേരത്തെ അവൻ കയറി വരുന്നുള്ള വർത്താനൊന്നും പറയാതെ മനസ്സിലായി. അത് വിളിച്ച് പറയണ്ട. ഇവിടെ ഒരാൾ പാത്രം കഴുകിയത് മൊത്തം ഞാനാ. പാത്രം കഴുകിയത് ഞാനും തലക്ക് ചേച്ചു കൂട്ടിയിട്ടാ കഴിക്കുന്നത്. ഇവിടെ പല ജോലികൾ പലരും ചെയ്യും. അന്ന് കഴിഞ്ഞിട്ട് തിന്നാൻ നേരത്തെ അവൻ കയറി വരുന്നുള്ള വർത്താനം പറയണ്ട. അവൻ ഇവിടെ കുക്ക് ചെയ്ത് തരുന്നതാ. 2 നേരം എല്ലാം അവൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്ത് തരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അങ്ങോട്ടേക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ഒരു പട്ടിയല്ല ഇയാളുടെ. എല്ലാരും മറ്റന്നാൾ തീരുക പരിപാടി. എന്നാലും ഗെയിം കളിക്കാൻ നടക്കും. രാത്രി 11:30. എനിക്ക് അന്ന് ഇവിടെ വന്ന് കയറിയപ്പോൾ ഉള്ള ഒരു ഞാനില്ലേ, അതല്ല ഇന്ന് വന്ന് കയറിയപ്പോൾ. എനിക്ക് ഇങ്ങോട്ട് വരണ്ട. എന്നിട്ട് ഇവരെന്നെ വിളിച്ചു, എല്ലാവരും വിളിച്ചു ഫിനാലേക്ക് വരില്ലേ. എനിക്ക് വിളിക്കുന്നവരോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് താല്പര്യമില്ല, വരാൻ ഇൻട്രസ്റ്റ് ഇല്ല. അവർ ബിഗ് ബോസിൽ പോകണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു ഫിനാലെ എന്തായാലും പോകണം, അതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ വിളിച്ച് സംസാരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ഉണ്ടായില്ലേ ആൾക്കാർ പറഞ്ഞു നിന്റെ തനി സ്വഭാവം ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ടതാ. എനിക്ക് അതല്ല, എനിക്ക് എന്തിലെ എന്തൊക്കെയോ എനിക്ക് കുറെ സാധനം പറ്റുന്നില്ല. എടാ, ഈ സൈബർ അറ്റാക്ക് ഒക്കെ എത്ര നേരിട്ട ആളാ ഞാനൊക്കെ. എന്തെല്ലാം എപ്പോഴും എല്ലാം ഞാൻ ഇറങ്ങുമ്പോഴായിട്ട് എന്നെ വല്ല ആമാരും വല്ല സൈബർ ബുള്ളിയും ചെയ്താ നിന്റെ പേര് വെച്ചിട്ട് ഞാൻ നിന്റെ വീട് നമ്മള് കൂടെ മനുഷ്യന്മാരെ നിൽക്കില്ല. പക്ഷെ എന്റെ കേസിലെ ഒരൊറ്റ പോസിറ്റീവ് കമന്റ് ഇല്ലായിരുന്നു. ഈ നാട്ടൊരു മുഴുവൻ കണ്ടില്ല, ലോകം മുഴുവൻ കണ്ടില്ല. ഒരു പെണ്ണെഴുന്നിട്ട് ഞാൻ ഔട്ടായി പോയപ്പോ ഒരു പെണ്ണെഴുന്നിട്ട് കൈ അടിക്കുന്നു. അത്രയ്ക്ക് ക്രൂരനാ ഞാൻ ഈ വീട്ടില്. നീ പറ, എനിക്ക് ആ കൊച്ചിന്റെ അടുത്ത് ഒരു ദേഷ്യമില്ല. എന്റെ ക്യാമറ സത്യമായിട്ട് എനിക്കൊരു ദേഷ്യമില്ല, ഒരു വൈരാഗ്യമില്ല, ഒരു ദേഷ്യമില്ല. എന്റെ ലൈഫിൽ വരരുത്. ഞാൻ എന്റെ വഴിക്ക് മര്യാദയ്ക്ക് ആദ്യം വന്നപ്പോ എനിക്കൊരു എന്തുണ്ടായിരുന്നില്ലേ, അത് കിട്ടണില്ല ഇപ്പൊ. ഇവള് ആര്യനും കൂടെ പുലിത്തോലി വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ മക്കാറാക്കിട്ട് നടത്തി. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ നിന്റെ അടുത്ത്. അതും എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, ആര്യൻ ഉൾപ്പെടെ. അത് നാളെ ആര്യം വന്നിട്ട് ഞാൻ പുറത്തിറങ്ങിട്ട് ചോദിക്കാൻ ആര്യനും കൂടെ ഇവളും അവനും കൂടെ. അത് ഞാൻ നിന്റെ ഇതുവരെ പറഞ്ഞില്ല, കാര്യം പുലിത്തോലും കൊണ്ട്. അപ്പൊ ഇവരെ വിറ്റ് പുറത്ത് വിറ്റോണ്ടിരിക്കുക ഇപ്പോഴും. എന്തൊക്കെ പുറത്ത് നടക്കണ്? ആളെയാ വലിച്ച് കീറയാണ് എന്നെ.
അറിഞ്ഞൂടാത്തോണ്ടാ. 93-ാം ദിവസം അർദ്ധരാത്രി 12:55. ബിൻസി വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാ? എന്ത് ചോദിച്ചു? അന്ന് അങ്ങനെ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാ? അപ്പൊ നീ എന്ത് പറഞ്ഞു? പറഞ്ഞു. അന്ന് അങ്ങനെ ഒരു സംഭവം നീ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞില്ലേ? അത് വെറുതെ പറഞ്ഞല്ല. പക്ഷെ അതെന്ത് എത്രത്തോളം ജീവിതത്തിൽ ബാധിച്ചെന്നറിയാമോ? ഇപ്പൊ സന്തോഷമായ അതുകൊണ്ടാ പറഞ്ഞു അനുമോള്. എനിക്ക് അനുമോളൊരു ദേഷ്യമില്ല, പിണക്കുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഇവള് ഒരിക്കൽ വിളിച്ചു പറഞ്ഞു ബിൻസി ഔട്ടാവാൻ കാരണം ഞാനാണെന്ന് ഇവള് വിളിച്ചു പറഞ്ഞു. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. രണ്ടാമത് അനു വന്നിട്ട് ചേട്ടാ ക്ഷമിക്കണമെന്ന് പറഞ്ഞേക്ക് പോയി. അല്ല നിന്നോട് പറഞ്ഞ എന്താ അറിയാതെ പറഞ്ഞു പോയെന്നല്ലേ? ശരി ബിൻസി, ഇങ്ങനെ അറിയാതെ പറയുന്ന കാര്യങ്ങൾ ക്ഷമ പറഞ്ഞ തീരാവുന്ന പ്രശ്നങ്ങളെക്കാട്ടി വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതേ സമയത്ത് നമ്മളെ സൈഡിൽ നിന്ന് ഈ ഇരിക്കുന്ന വ്യക്തിക്കാണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യും? നിന്റെ എന്റെയും ജീവിതത്തിന് ഒരു വിലയില്ലേ? ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് പറഞ്ഞിട്ടിരിക്കണം. പിന്നീട് അത് അബദ്ധം പറ്റിപ്പോയി, അത് തെറ്റിദ്ധരിച്ചു പോയി, അറിയാതെ വായിന്ന് വീണു പോയി. അതുമൂലം ഉണ്ടായ പ്രശ്നങ്ങളും അതുമൂലം ഉണ്ടായ അനുഭവിക്കുന്നവർക്കൊന്നും അതെല്ലാം ബാധകമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വന്ന അന്ന് മുതൽ പറഞ്ഞത്, ഈ പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാവണം. വെറുതെ തോന്നിയത് വിളിച്ച് പറയരുത്. പിന്നെ അനു ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, അനുവിന് ശരിയെന്ന് തോന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യത്തെ ബന്ധപ്പെട്ടില്ല. ഞാൻ ശൈത്യയുടെ കാര്യം ചോദിച്ചപ്പോഴാണ് അനു പറഞ്ഞത് അനുവിന് ശരിയെന്ന് തോന്നിട്ടുള്ള കാര്യങ്ങളാണ് അനു ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അനു പറഞ്ഞു അനു ഒരു തിരുത്തുണ്ട്, എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല, ഈ കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല, കാരണം ഇത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അനു അപ്പൻ്റെ കാല് പിടിച്ച മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞ് പുറത്ത് അനുഭവിച്ച ആള് ഞാനാണ്. അല്ല ഞങ്ങള് പുറമെ ഞാൻ ആ വിഷയം വന്ന് എന്നെ ക്ലോസ് ചെയ്തു. ആ പേപ്പർ കീറിയുള്ള കാര്യം നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങൾ ചിലപ്പോ ഫ്രണ്ട്സ് അങ്ങനെ ആയിരിക്കും. പുറമെ വീണ്ടും ആ വിഷയം വീണ്ടും വേറെ രീതിക്ക് മാനിപ്പുലേറ്റ് പക്ഷെ അങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നു. ശൈത്യ നിനക്ക് തോന്നിയിട്ടുണ്ടോ ശൈത്യ അങ്ങനെ ഈ പറഞ്ഞ കാര്യത്തിൽ? മൂടി ചോദിക്കാൻ നിന്ന ഒരുപാടാവും. അതുകൊണ്ട് ആ വിഷയം എടാ തോന്നിയത് വിളിച്ചു പറയാനാണെങ്കിൽ എല്ലാവർക്കും പറഞ്ഞുകൂടിയാ. അപ്പാനിക്കും ബിൻസിക്കും ഒരു നെഗറ്റീവ് ഇമേജ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അയ്യോ അത് അതിന്റെ ആവശ്യമില്ല. ഞങ്ങള് അങ്ങനെ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് ഒന്നില്ലല്ലേ. അങ്ങനെ ഒരു നെഗറ്റീവ് അങ്ങനെ ഒരു നമ്മളെല്ലാം ഡിസ്കസ് ചെയ്താണ്, നമ്മുടെ കൂട്ടുകാരാണ്. അപ്പൊ അവിടുത്തെ പോയി പറഞ്ഞു കൊടുത്തു ഇതൊരു ഷോയാണ്. അവിടെ എന്റെ അനു അങ്ങനെ അനു അനീഷിന്റെ അടുത്ത് എന്താ കാണിച്ചത്? അനീഷിന്റെ കൈയും കലാശവും കാണിച്ച് ഈ ചായാന്നും വിളിച്ച് ഇങ്ങനെയും കാണിച്ചു. അനു കാണിച്ച നിനക്കത് എന്ത് തമാശ? നീ ആ മനുഷ്യൻ നടന്നു പോകുമ്പോ നീ ലവ് ട്രാക്ക് കാണിക്കുന്നു, പ്ലെയിൻ കിസ് കാണിക്കുന്നു. ഞങ്ങൾ കണ്ടോണ്ടിരിക്കും. അതൊന്നും നിനക്ക് പ്രശ്നമല്ലല്ലേ? അപ്പം അനു അനീഷിനെ ഇച്ചായാന്ന് വിളിച്ച പോലെ, അല്ലെങ്കിൽ അനീഷിന്റെ അടുത്ത് കിടന്ന് ഇവിടെ കണ്ണ് കൊടുത്ത പോലെ, അല്ലെ നോക്കൂന്ന് പറഞ്ഞ പോലെ കൊഞ്ചു കഴിഞ്ഞിട്ടാണല്ലോ അനീഷ് ഒരു പ്രപ്പോസൽ ആയിട്ട് വന്നത്. അല്ലേ തമാശ അല്ലേ? അല്ലേ അപ്പൊ നിങ്ങക്ക് തമാശ. ഈ കാര്യം വന്നപ്പോ എന്നോടുള്ള സ്നേഹം കെയറിങ് അല്ലേ? അത് കൊള്ളാം. ഒരു കെയറിംഗും ഇല്ല, തോന്നിയില്ല. അനു എന്ന് പറഞ്ഞാലോ തമാശയാണല്ലേ? അത് ബാക്കിയുള്ളവർ തമാശയായിട്ട് അനു തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. ബാക്കിയുള്ളവർ മനസ്സാവാതെ അറിയാത്ത കാര്യം അനു അങ്ങ് ഫ്രണ്ട്സ് ആയിരിക്കും. അത് അനുവിന്റെ മാത്രം സംശയമല്ലേ? നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സംസാരിച്ചോണ്ടിരുന്നത് ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത്. പിന്നെ അത് സംസാരിക്കാം. നിങ്ങൾ തന്നെ പറഞ്ഞു 4 ദിവസം കഴിഞ്ഞ് സംസാരിക്കാന്ന് പറഞ്ഞു. അത് സംസാരിക്കും. നമ്മളതിനെ വിട്ടു ദാരിദ്ര്യം വരുമ്പോ ഇവിടെയുള്ള പലരും ഷാനവാസ് ഉൾപ്പെടെ അതെടുത്ത് ഇട്ടു. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. ഈ അനു ആണെങ്കിലും ഞാൻ ഇന്നലെ വന്നപ്പോ അനു പറഞ്ഞു അറിയാണ്ട് പറഞ്ഞു പോയത്. അപ്പൊ തന്നെ ശരത്തേട്ടന്റെ കാലെ പിടിച്ചാൽ തൊട്ട് മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, ഇവരുടെ പ്രശ്നം അവിടെ തീർന്നു. പുറത്ത് ഞാനുണ്ട്. ഞാൻ എഡിറ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അനു പറയുന്നത് മനസ്സാവാച അറിയാത്ത കാര്യത്തിന് പുറത്ത് അനു പറയുന്നത്. ഇപ്പൊ അനു ഇവിടെ കിടന്ന് എന്താ കാണിച്ചത്? അങ്ങനെ തിരിച്ചു ചോദിക്കാനാണെങ്കിൽ അതിന്റെ ഒരു 1% പോലും ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ട് പറയാം അത് തമാശയായിരുന്നു, അനീഷിന്റെ അടുത്ത് കാണിച്ചു കൂട്ടിയതല്ല. അപ്പൊ ഞങ്ങൾ അടുത്തിരുന്ന് സംസാരിച്ചത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അതിനെക്കാട്ടി കൂടുതൽ നെവിന്റെ അടുത്തിരുന്ന് സംസാരിച്ചല്ലോ, ആരിന്റെ അടുത്ത് സംസാരിച്ചല്ലോ. അതും തമാശയായിട്ട് എടുത്തൂടെ? സ്വന്തം കാര്യം വരുമ്പോൾ അനുവിനല്ലോ അങ്ങനെ. ഞാൻ പല പ്രാവശ്യവും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ അപ്പനെ കുറ്റം പറയില്ല. അപ്പനെ ഇരിക്കുമ്പോൾ നീ അപ്പായുടെ അടുത്ത് പോയി ഇരിക്കുന്നതും അപ്പനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കുന്നല്ല. അവിടെ നീ അപ്പാനി ഒരു ഫാമിലി ആയിട്ടുള്ളതാണ്. നമുക്ക് പുറമെ തോന്നുമ്പോ നീ എന്തൊരു കെയറിങ്. അപ്പാനിക്ക് കുടുംബം ഉണ്ട്. അതൊരു അപ്പാനിയുടെ കൈ അപ്പാനിയുടെ കൈയെ പിടിച്ചെന്ന് പറഞ്ഞ ഒരാളുടെ കൈ അങ്ങനെ പിടിച്ചെന്താ പ്രശ്നം? അത് നീ പറയല്ലേ അപ്പാനിക്ക് ഫാമിലി ഉള്ളതെന്നുള്ളത് ഞാൻ ആലോചിക്കേണ്ട ആവശ്യമില്ല. അവനങ്ങനെ കൈ പിടിച്ചെടുക്കേണ്ട അവൾക്ക് എന്താ പ്രശ്നം? 2 പിള്ളേരുള്ളവരാണ് ഇവരോട് എനിക്കറിയത്തില്ല. അവരുടെ കൈ നീ അന്ന് വൈറ്റ്
ഡ്രസ് ഇട്ട് അവിടെ തലേ ദിവസം രാത്രി ഇരുന്നപ്പോ നീ ക്ലീവേജ് കാണിച്ച് അപ്പാനിയുടെ അടുത്ത് പോയി ഇരുന്നെന്ന് പറഞ്ഞവളാണ് അവള്. അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കേട്ടല്ലോ അതിലെ എല്ലാരും കേട്ടല്ലോ അപ്പൊ പിന്നെ അപ്പാനി ഉച്ചയ്ക്ക് പറഞ്ഞതോ അപ്പാനി പോയിട്ടില്ല അവളാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന്. ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്ത് വന്നിരുന്നുണ്ടോ? ബിൻസി പറ. ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്ത് മോശമായി ഇവിടെ എല്ലാവരും കേൾക്കണം. ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്ത് വളരെ മോശമായിട്ടോ എന്തെങ്കിലും രീതിയിൽ അടുത്ത് വന്നിരിക്കുകയോ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ബിൻസിയാണ് എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വന്നിരുന്നിട്ടുള്ളത്, സംസാരിച്ചിട്ടുള്ളത്. അത് വേണ്ട അല്ലെങ്കിൽ അത് മോശമാണെന്ന് ഞാൻ ബിൻസി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ല. എനിക്ക് എത്ര കേട്ടാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരും സംസാരിച്ചില്ല? അനുമോളത് എത്ര പത്രം അടിച്ചെടുത്തിട്ടുണ്ടെന്നും അനുമോളത് എത്ര പത്രം അടിച്ചെടുത്തിട്ടുണ്ടെന്നും എവിടെ വരെ എത്തിയിട്ടുള്ളതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ അതിപ്പോ ചോദിക്കില്ല. ഇതിപ്പോ ബിൻസിയുടെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇത് ചോദിച്ചത്. ഇത് എനിക്കിത് ചോദിച്ചത് ആവശ്യമില്ല. നീയാണ് സംസാരം കൊടുത്തത്. നീ എന്നാ ബെഡില് നമ്മൾ സംസാരിച്ചില്ലേ? ഇപ്പൊ അവള് പറയുന്നത് ഞങ്ങളത് ആ സമയത്ത് എനിക്ക് അറിയത്തില്ല അപ്പാനിയുടെ വൈഫ് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു. അതായത് തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ കാണുമ്പോഴേക്കും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചു. അയ്യോ ഇവരെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ ഇവള് തന്നെ പറഞ്ഞു നമുക്ക് പോയി സംസാരിക്കാം, അവളുടെ അടുത്ത് പറയാം, അങ്ങനെ അധികം ഇന്റിമസി ഒന്നും വേണ്ടെന്ന്. ഉള്ളപ്പോഴല്ലേ പറഞ്ഞത്, ഇവിടെ ഇല്ലാത്തപ്പോ ഇവളുടെ പേര് പറഞ്ഞത് നീയല്ലേ? അനു ഇല്ലാത്തപ്പോ എപ്പോ ഒരു പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞേച്ചത് നീയല്ലേ? ഞാൻ സോറി പറഞ്ഞില്ല അപ്പാനി അടുത്ത്. സോറി പറഞ്ഞാൽ അവർക്കുള്ള ചീത്തപ്പേര് മാറുമോ? ഞാൻ പറഞ്ഞല്ലോ സോറിയില്ലേ. അനുവിനെ പോലെ PR കൊടുത്തിട്ടാണ് ഞാൻ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ നിന്നാണ്. പിന്നെ ഒരു കാര്യം അനു പറഞ്ഞല്ലോ 16 ലക്ഷം 15 ലക്ഷം കൊടുത്ത കാരണം ഇവിടെ എല്ലാരും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നല്ല അനു ഓരത്തോടെ ആലോചിച്ച് നോക്കാം. എന്റെ അടുത്ത് ശൈത്യടുത്തൊക്കെ അനു പറഞ്ഞതാ കറക്റ്റ് എമൗണ്ട്. ഇന്നലെ ഇല്ല ശൈത്യം പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് അനു എല്ലാം ഒന്നും അറിയാത്ത ഒരു ഞാൻ എഡിക്റ്റ് അതിന്റെ തലേ ദിവസം ആ ഡ്രസ് ഇട്ടെങ്കിൽ ഇവിടെ ഉള്ള എല്ലാരും ഞാൻ കൊണ്ടുവന്ന് കാണിച്ചില്ലടാ. ഇല്ലേ? ആ ഡ്രസ് ഇട്ടോ ഞാനാണ് പറഞ്ഞത്, ഞാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലെ ആരാ തുടങ്ങിയത്? ഇത് അപ്പാനി ശരത്തേട്ടത്. ബിൻസി ബെഡിന്റെ സൈഡ് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. നിങ്ങൾ 3 പേരുണ്ടായിരുന്നു ആ ബെഡില്. നിങ്ങൾ 2 പേരും അന്ന് തെല്ലത്തി സൈഡ്, അക്ബർക്ക് ഇപ്പുറത്തെ സൈഡ്. ഇവിടെ തെല്ലത്തിരുന്ന് ഡ്രസ്സാണ് താഴും കേറും നമ്മളാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു ബിൻസിന്റെ ക്ലീവേജ് ഒക്കെ കാണിച്ച് അവിടെ പോയിരിക്കുന്നുണ്ടില്ല എന്താ അല്ലേ അങ്ങനത്തെ ഉള്ളൊരു സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഇവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു? മൈക്ക് ഇട്ടോ ഇല്ലല്ലോ ചെവിക്കറിയാം. ഞാൻ കേൾക്കും. ഞാൻ വിചാരിച്ചില്ല നീ ഇങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറയൂന്ന്. ഞാൻ പറയലില്ല. എന്റെ കൂടെ ശൈത്യം ഉണ്ടായിരുന്നു ഒന്ന്. നീ എന്നോടാ പറഞ്ഞത് നീ നുണച്ചി. നീ എന്നോടാ നുണച്ചി പാറു. നീ എന്നോടാ മോളെ പറഞ്ഞത്. നീ വെറും കള്ളക്കരച്ചിലും മാത്രം പറഞ്ഞു ഇവിടെ. അത് കഴിഞ്ഞപ്പോ ആരോ എന്തോ ഓതി തന്ന് പുറത്തെ PR കാര്യം നിനക്ക് ഓർമ്മ വന്നപ്പോ നീ കളി മാറ്റി കളിച്ച്. അന്ന് പറഞ്ഞ നീ വലിയ മികച്ച ആളായതുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. നിന്റെ കഴിവുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. പുറത്ത് നീ പൈസ എണ്ണിക്കോർത്തോണ്ട് മാത്രമാണോ ഇരിക്കുന്നത്. അത് നിന്റെ കഴിവല്ല. നീ മനസ്സിലാക്കാത്. ഞാൻ അന്ന് അനുഭവിച്ച വേദനയ്ക്ക് എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് ഉണ്ടായിരുന്നത് ആ ദിവസമാണ് ഈ ദിവസം. അത്രേ ഉള്ളൂ. പക്ഷെ ഷാനവാസ് ഒന്നും മിണ്ടില്ലല്ലോ. ഷാനവാസ് മിണ്ടൂല. ഷാനവാസിന് അറിയാം ഷാനവാസ് തെറ്റാണെന്ന്. മിണ്ടൂല. ഷാനവാസ് മിണ്ടൂല. കാര്യം ഷാനവാസ് മിണ്ടി അറിയാം ഷാനവാസിന്റെ കള്ളവും പൊളിയും അറിയാം. കാരണം അനുവാണ് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു വിട്ടാക്കിയത്. പറഞ്ഞില്ലല്ലോ അവന്റെ മുഖത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ നിൽക്കുന്ന ഷാനവാസ് പോലും പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യം. ബിൻസി അത് ഷാനവാസിന് മനസ്സിലായി. അനു പറഞ്ഞ കള്ളമാണെന്ന് മനസ്സിലായി. ഞാൻ ഇമാതിരി ചെറ്റ വർത്താനം നിങ്ങൾ രണ്ടും പറഞ്ഞിരുന്നെങ്കിൽ അന്തസടി ഞാൻ കൈ വെച്ചിട്ട് ഇവിടെ ഇറങ്ങി പോത്തുണ്ടായിരുന്നു. ഇവിടുന്ന് പോയാലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ കേട്ടോടെ നിൽക്കത്തില്ലായിരുന്നു. 93-ാം ദിവസം പുലർച്ചെ 1:35. ഞാൻ വിചാരിച്ചു ഷാനവാസിന് എന്തെങ്കിലും പറയാണ്ടാവുന്നു. എന്ത് പറയാൻ ഷാനവാസിന്? അളിയാ അന്ന് രാത്രി ഇവിടെ ഇരുന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞളിയാ. ഞാൻ ഉത്തരം ഇതാണ് അതില്ലേ? അളിയോ ഇതാണ് അന്ന് പറഞ്ഞാ നിന്റെ കാര്യം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് അതല്ലേ ഞാൻ ഇപ്പൊ മറുപടി കൊടുത്തേ. ഇപ്പൊ അവന് വാ അടച്ചില്ലേ. ഇപ്പൊ തുറക്കട്ടെ. കള്ളം പറയുമ്പോഴേ ഓർക്കണം. ഞാൻ മനസ്സിൽ ഇങ്ങനെ ഇട്ടിരുന്നു. അത് അതായത് നമ്മള് മോൻ മരിച്ചാലും മരുവളുടെ കണ്ണീര് കാണണമെന്ന് പറയൂലേ? അതാണ് മരുവളുടെ കണ്ണീര് കാണാതെ അതിന് മോൻ സ്വന്തം മോൻ മരിക്കട്ടെ അത്ര അതാണ്. പുലർച്ചെ 1:55. ആരൊക്കെ എന്തൊക്കെ സംസാരിക്കും ബിഗ് ബോസിന് മാത്രമേ അറിയാവൂ. അതായത് ഇവിടെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അറിയാം. എനിക്കത് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇവിടുന്ന് ചോദിച്ചപ്പം കൂടെ നിന്ന് ആൾക്കാരുടെ പേരൊക്കെ പറയാറുന്നില്ലേ?
അല്ല, അവരുടെയൊക്കെ മുഖങ്ങൾ ഞാൻ നോക്കുമായിരുന്നു. അതാണ് എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാം. എനിക്ക് എല്ലാത്തിനും തെളിവ് ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിൽ കൂടുതൽ തെളിവായിട്ട് കാണിക്കാനോ എടുത്തു പറയാനോ അവരെ പറഞ്ഞ് സംസാരിച്ച് തോൽപ്പിക്കാൻ എനിക്കറിയില്ല. നിനക്കൊരു മോശം പരാതിയിൽ മാത്രം ഞങ്ങൾ ഇത്രയും പേര്, നമ്മൾ 4 പേരും, ഞാൻ, ശൈത്യ, നൂറ, ആദില, ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചത് അങ്ങനെ കണ്ടതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് നോക്കിയപ്പോൾ നമുക്ക് അങ്ങനത്തെ രീതിയിൽ നമ്മൾ പറയുകയും ചെയ്തു. നമ്മൾ ഇത്രയും ഞാൻ പറയുന്നുണ്ടായിരുന്നു അവർ ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷേ പുറത്ത് പോവുകയാണെങ്കിൽ അത് അവൾക്ക് നെഗറ്റീവ് ആയിരിക്കും, അവൾക്ക് അറിയില്ലായിരിക്കും. അവൾ എല്ലായിടത്തും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് അപ്പാനി പറഞ്ഞതാണ്, നീയാണ് അങ്ങോട്ട് പോകുന്നത്, അവളാണ് ഇങ്ങോട്ട് വരുന്നേടി, അവളിങ്ങോട്ട്. ആ മനുഷ്യൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പെട്ടെന്ന് മാറ്റി പറയുന്നു. എന്തുകൊണ്ടാണ് മിണ്ടാടുന്നത്? ഞാൻ നിനക്ക് ഇവിടെ കാണാം, അവൾക്ക് ഡ്രസ്സ് ഇറങ്ങിക്കിടക്കുകയാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ മൈക്കിട്ടിട്ടുണ്ട് അവിടെ, നമ്മളെല്ലാവരും മൈക്കിട്ടാണ് സംസാരിക്കുന്നത്. ഇത്രയും മോശമായിട്ട് ക്ലീവേജും കാണിച്ചപ്പോൾ കൊച്ച് അവിടെ പോയി കിടക്കുമെന്ന് ആരെങ്കിലും പറയുമോ? എനിക്ക് അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ക്യാമറ മുമ്പിൽ തുറന്ന് കാണിച്ചാൽ പോരെ? എത്ര കോടിക്കണക്കിന് ആൾക്കാർ കാണിച്ചിട്ട് എനിക്ക് എന്താ കിട്ടാനാ? അനു അതാ ചോദിച്ചത്. അനുവിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു ആരാ പറഞ്ഞത്, അപ്പാനി എന്താ പറഞ്ഞത്? ഞാൻ തലയിൽ വെച്ച് കൊടുക്കണോ? എല്ലാവരും തലയിൽ വെച്ച് കൊടുത്തു. എനിക്ക് നീ സംസാരിക്കുന്ന പോലെയും എനിക്ക് വയ്യ പോലെ സംസാരിക്കാൻ. 93-ാം ദിവസം പുലർച്ചെ 2:05. നീ എന്താ അവളോട് ഉച്ചയ്ക്ക് പറഞ്ഞു? ഉച്ചയ്ക്ക് ഈ വിഷയം സംസാരിച്ചു. ഏതാ വിൻസിയുടെ വിഷയം സംസാരിച്ചു. ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ അന്ന് നിങ്ങൾ തമ്മിലുള്ള വിൻസി എൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കുന്ന രീതികളെക്കുറിച്ചും കാര്യങ്ങളും സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോണത് നീ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഒരിക്കലും ആരെയും പറയില്ല അങ്ങോട്ട് പോയിട്ടില്ല. നമ്മളൊരു സഭയിൽ വന്നിരിക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്നതാണ്. അല്ല, ഞാനായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. അവളെന്താ പറഞ്ഞ? അങ്ങനെ തന്നെയാണോ പറഞ്ഞു? അവളെന്താ പറഞ്ഞെന്ന് പറഞ്ഞു? അങ്ങനെ തന്നെയാണോ പറഞ്ഞു? അങ്ങനെ തന്നെയാ പറഞ്ഞു. മാറ്റൊന്നുമില്ലല്ലോ അപ്പാനി. പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ പറയും. നീ ഒളിച്ചും പുറത്തും പറയല്ലേ? അപ്പാനി എന്താണ് അവനോട് അടുത്ത് പറഞ്ഞത്? എന്താ അവള് പറഞ്ഞെന്ന് പറ. ബിൻസിയാണ് എൻ്റെ പുറകെ വന്നിരിക്കുന്നതെന്നോ നിൽക്കുന്നതെന്നോ ഒന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ ടോണിലാണോ നിങ്ങൾ സംസാരിച്ചത്? അല്ല, ഈ ടോണിലല്ല. പിന്നെ ഫണ്ണായിട്ടാ പറഞ്ഞേ. ഫണ്ണായിട്ടാ? ഉറപ്പ് 100% ഉറപ്പ്. ഫണ്ണായിട്ടാ പറഞ്ഞേ. അപ്പാനി പറഞ്ഞു ബിൻസിയാണ് എന്റെ പുറകെ ചുമ്മാ ഇങ്ങോട്ട് വന്നത്, ഞാൻ ബിൻസിയുടെ പുറകെ അങ്ങോട്ട് പോയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യാനാ, അവളെ ചുമ്മാ ഇങ്ങോട്ട് വന്നേന്നു. അത് ഈ ടോണിലല്ല പറഞ്ഞത്. ബിൻസി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ടോണിലാണ് പറഞ്ഞത്, ഈ ടോണിലേ അല്ല. എന്നാ ഒരിക്കലും അല്ല ബിൻസി, ഒരിക്കലും അല്ല. പിന്നെ എന്തിനാ അനു ഉച്ചക്കത്തെ കാര്യം പറയുമ്പോ ഇപ്പൊ കയറി തടഞ്ഞത്? ഏത് അനു ഉച്ചക്കത്തെ കാര്യം എനിക്ക് പറയാനുള്ള ആ വിഷയം ഇപ്പൊ എടുത്തിടേണ്ട കാര്യം ഉണ്ടോ അവിടെ? ഇവളും ഞാനും കൂടെ ആ വിഷയം എടുത്തിട്ട് ആ വിഷയം അവിടെ നിന്നിട്ട് നിന്നത് ഞാൻ ചോദിച്ചത് മറുപടി പറഞ്ഞത്. ഇത് ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബിൻസിയുടെ പറയുക, ബിൻസി ഇരിക്കുന്നിടത്തോ നിൽക്കുന്നിടത്തോ കാണുന്നിടത്തോ വന്നിട്ടില്ല, ബിൻസിയാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ അവളെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ നീ കേട്ടല്ലേ അവളെ മുമ്പിൽ വെച്ച് പറഞ്ഞത്? ഞാൻ കേട്ടു. അതെ, അത്ര ഞാൻ പറഞ്ഞോളൂ. അനുവിന്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ വേറെ ആരത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ആരത്തും പറഞ്ഞിട്ടില്ല. കാണിച്ചാ തെളിവ് സഹിതം കാണിച്ചാ. ബിൻസിനെ നിനക്ക് അറിയത്തില്ല അപ്പാനി? ബിൻസിക്ക് അപ്പാനിനെ അറിയത്തില്ല. കാണിച്ചതാ. ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഇറങ്ങിയിട്ടില്ല. ഇവിടെ തീർത്തിട്ട് പോവാം നമുക്ക്. ഇനിയിപ്പോൾ ഇത്ര ആയില്ലേ? നിർത്ത്, രണ്ടുപേരും നിർത്ത്. ബോറാണ്. മതി